അങ്ങനെ ആൻഡ്രിയ ബെർട്ട ആർസണലിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. ഈ ആൻഡ്രിയ ബെർട്ടനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് എഡു ഗ്യാസ്പറിനെ പറ്റി പെട്ടെന്നൊന്ന് നോക്കാം. എഡു ഗ്യാസ്പർ ആർസണലുമായിട്ടും അർട്ടറ്റയുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഒരുപാട് നല്ല സൈനിങ്സും പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് നെഗോഷിയേഷനും ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. ഈ പറയുന്ന മാർട്ടിനെലി, സാക്ക, സലീബ, ഗ്യാബ്രിയേൽ ഇവരുടെയൊക്കെ കോൺട്രാക്ട് നെഗോഷിയേഷനും സൈനിങ്സിനും ഒക്കെ സഹായിച്ച വ്യക്തിയാണ്. അങ്ങനെ വളരെ നല്ലൊരു പോസിറ്റീവ് ട്രജക്ടറിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബായിരുന്നു ആർസണൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇടുത്തി വീഴുന്നത് പോലെ നവംബറിൽ എഡു ഗ്യാസ്പർ റെസിഗ്നേഷൻ ഇടുന്നത്. എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തൊരു ഡിസിഷനായിരുന്നു. കാരണം ഒന്നാമത്തെ റീസൺ വൈ ആർസണൽ ഡിഡ് നോട്ട് സീ ദിസ് ഹാപ്പനിങ്. അങ്ങനെ ഇത് മുൻകൂട്ടി കാണണ്ടായിരുന്നു, ഇങ്ങനെ ഒരു റെസിഗ്നേഷൻ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി കാണണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസ് വായിച്ചിടത്തോളം എഡു ഗ്യാസ്പറും അർട്ടറ്റയും തമ്മിലോ അല്ലെങ്കിൽ എഡു ഗ്യാസ്പറും ആർസണലും തമ്മിലോ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല എഡു ഗ്യാസ്പർ റിസൈൻ ചെയ്യുന്നത്. എഡു ഗ്യാസ്പറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് മാത്രമായിരുന്നു. അതേസമയം പുള്ളിക്ക് പുതുതായിട്ട് കിട്ടുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എവാഞ്ചലസ് മറീനാക്കീസ് നെറ്റ്വർക്ക് ഓഫ് ക്ലബിലേക്കാണ് പുള്ളിയെ കൊണ്ടുവരുന്നത്. ഈ ഇവാഞ്ചലസ് മറീനാക്കീസ് എന്ന് പറയുന്ന ആൾ ഒരു ഗ്രീക്ക് ബിസിനസ്മാനാണ്. പുള്ളിയുടെ നെറ്റ്വർക്ക് ഓഫ് ക്ലബിനകത്ത് വരുന്ന ക്ലബ്ബാണ് ഒന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കൂട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ സീസണിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്ലബ്ബ് ഇവാഞ്ചലസ് മറീനാക്കീസ് നെറ്റ്വർക്കിനകത്ത് വരുന്ന ഒരു ക്ലബ്ബാണ് ഒളിമ്പിയാക്കോസ്, ഗ്രീസ് ക്ലബ്ബായ ഒളിമ്പിയാക്കോസ്. പിന്നെ വേറൊരു ക്ലബ്ബ് കൂടെ ഉണ്ട്, അത് പോർച്ചുഗലിലെ ഒരു ക്ലബ്ബാണ്, റിയോ ഏവ് എന്ന് പറയുന്ന പോർച്ചുഗലിലെ ഒരു ക്ലബ്ബാണ്. പക്ഷേ അതിനകത്ത് മൈനോറിറ്റി ഷെയർ ഹോൾഡറേ ഉള്ളെന്നാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ കൂട്ട് എഡു ഗ്യാസ്പർ റിസൈൻ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരിക്കലും അത് ആർസണലുമായിട്ടോ അർട്ടറ്റയുമായിട്ടോ ഉള്ള ഒരു പ്രശ്നം കൊണ്ടല്ല. പുള്ളിയുടെ ജോബ് കുറച്ചുകൂടെ വൈഡ് ആവുകയാണ് ഈ ഇവാഞ്ചലസ് മറീനാക്കീസ് നെറ്റ്വർക്ക് ഓഫ് ക്ലബിലേക്ക് വരുമ്പോൾ. കാരണം ആർസണൽ എന്ന ഒറ്റ ക്ലബിൽ നിന്ന് 2-3 ക്ലബ്ബ് ഹാൻഡിൽ ചെയ്യുന്നത് പോലത്തെ ഒരു പൊസിഷനിലേക്ക് വരികയാണ്. അതുമാത്രമല്ല, കറൻ്റ്ലി ആർസണൽ ഓഫർ ചെയ്തുകൊണ്ടിരുന്ന സാലറീൻ്റെ 2 or 3 times ഹയർ ആയിട്ടാണ് ഇപ്പോൾ എവാഞ്ചലസ് മറീനാക്കീസ് ഓഫർ ചെയ്യുന്നത്. ആർസണൽ ഈ സാലറി വരെ മാച്ച് ചെയ്യാൻ റെഡിയായിരുന്നു. എന്നിട്ടും എഡു ഗ്യാസ്പർ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു, ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ എന്ന്. അത് ആർസണലിൻ്റെ പ്രോഗ്രസ്സിനെ ഒന്ന് സ്റ്റണ്ണ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വളരെ കുറച്ച് മിസ്സിങ് പീസസ് മാത്രമേ ഉള്ളായിരുന്നു ആർസണലിന് ഈ സീസണിൽ. അതിൽ ഒന്നാമത്തെ ഒരു വലിയൊരു മിസ്സിങ് പീസ് എന്ന് പറയുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറിൻ്റെ ഒരു മിസ്സിങ് ആയിരുന്നു. എഡു ഗ്യാസ്പറിൽ നവംബറിൽ പോകുമ്പം ജാനുവരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കൂട്ട് ഒരൊറ്റ സൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജാനുവരി വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് സാക്ക പോലത്തെ പ്ലെയേഴ്സ് ഇഞ്ചുവേർഡ് ആണ് താനും. എന്നിട്ട് പോലും നമുക്ക് ജാനുവരി വിൻഡോയിൽ ഒരു മൂവ്മെൻറ്റ് പോലും നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആർസണൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻഡ്രിയ ബെർട്ടയുമായിട്ട് നമ്മൾ ലിങ്ക് ആവുന്നത്. ലാസ്റ്റ് വീക്ക് ആൻഡ്രിയ ബെർട്ട ആർസണലുമായിട്ട് സൈൻ ചെയ്തു, ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു. ആ ഒരു അനൗൺസ്മെൻറ്റ് ഇറ്റ് ടുക്ക് ഫോർ എവർ. അങ്ങനെ ആൻഡ്രിയ ബെർട്ട വരുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് സൈനിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർസണലിന് എന്താണോ വേണ്ടത് അത് ആൻഡ്രിയ ബെർട്ടയ്ക്ക് തരാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ലറ്റിക്കോ മെഡ്രിഡിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്നു ആൻഡ്രിയ ബെർട്ട. ആൻഡ്രിയ ബെർട്ട അത്ലറ്റിക്കോ മെഡ്രിഡിൽ ജോയിൻ ചെയ്യുന്നത് 2013-ലാണ്. ഈ 2013 ജോയിൻ ചെയ്യുമ്പോൾ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. 2017 ആൻഡ്രിയ ബെർട്ടയ്ക്ക് പ്രൊമോഷൻ കിട്ടുന്നു സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട്. ഈ 2013 തൊട്ട് ഈ 2025 വരേക്കുമുള്ള കാലഘട്ടത്തിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ആണ് അത്ലറ്റിക്കോ മെഡ്രിഡ് നേടിയത്. ലലീഗ 2 പ്രാവശ്യം എടുക്കുന്നു, കോപ്പ ദെൽ റേ കപ്പ് 1 പ്രാവശ്യം എടുക്കുന്നു, യൂറോപ്പ ലീഗ് എടുക്കുന്നു, ചാമ്പ്യൻസ് ലീഗിൻ്റെ 2 ഫൈനലിൽ വരുന്നു. ഇതൊക്കെ ആൻഡ്രിയ ബെർട്ടയുടെ ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ സക്സസ് ഒക്കെ വരുന്നത്. അങ്ങനത്തെ ആ ഒരു യൂണിറ്റിലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ആയിരുന്നു ഈ ആൻഡ്രിയ ബെർട്ട. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്ത സൈനിങ്സ് തന്നെയാണ് ജാവോ ഫീലിക്സ്, ആൽവറേസ്, റോഡ്രി,
ഡിയോഗോ കോസ്റ്റ, ഒബ്ലാക്ക്, സുവാറേസ്, ഇങ്ങനത്തെ പ്ലെയേഴ്സാണ് പുള്ളിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയത്, പുള്ളിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ ഒരു പ്രൊഫൈല് തന്നെ ഒരു ഫോർവേഡിങ് പ്രൊഫൈലാണെന്ന്. അതെ, അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ആൻഡ്രിയ ബെർട്ടയുടെ സൈനിങ് നമുക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം തന്നെയായിരുന്നു എന്ന്. കാരണം നമുക്കിപ്പം വേണ്ടത് ആരൊക്കെയാണ്? ഫോർവേഡിങ് പ്ലെയേഴ്സ് തന്നെയാണ്. ഡിഫൻസ് ഏതാണ്ട് സെറ്റാണ് നമ്മുടെ കാര്യത്തിൽ. ലെഫ്റ്റ് ബാക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി വീക്ക് എന്ന് പറയാനുള്ളത്. ടിൻബർഗ്, ഗ്യാബ്രിയൽ, സലീബ, മൈൽസ് ലൂയിസ് കെല്ലി, അതുകൊണ്ട് ഏതാണ്ടൊന്ന് സെറ്റാണ് ഈ നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. പക്ഷേ ഈ വിങ്ങറിലേക്ക് വരുമ്പോഴും ആൻഡ് when it comes to forward, especially when it comes to a striker, out and out striker, a target man, അതില്ലാത്തതാണ് നമ്മൾ ഈ സീസണിലും കഴിഞ്ഞ സീസണും കഴിഞ്ഞ സീസണും നമ്മൾ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു കാരണം. ആൻഡ്രിയ ബെർട്ടയ്ക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ എന്ന് എനിക്കറിയാൻ സാധിച്ചത് ഗ്യോക്കറേസ് എന്ന പ്ലെയറാണ്. ഗ്യോക്കറേസ് ഈ സീസണിൽ 26 മാച്ചസിൽ നിന്നും 30 ഗോളാണ് അടിച്ചിരിക്കുന്നത്. ശരിയാണ്, പോർച്ചുഗീസ് ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ കൂട്ട് അത്ര പ്രോമിനൻ്റ് അല്ല, അത്ര കോമ്പറ്റീറ്റീവ് അല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഈ പറയുന്ന ഹാളൻഡ് ഏത് ലീഗിൽ നിന്നാണ് വന്നത്? ബുണ്ടസ് ലീഗയിൽ നിന്ന്. എത്ര പേരാണ് ഹാളൻഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വന്നപ്പം ഒരിക്കലും സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞത്? ഇപ്പം എന്താ ഹാളൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരിക്കലും ഒരു സ്ട്രൈക്കറിനെ നമുക്ക് അങ്ങനെ ഒരു സ്ട്രൈക്കറിനെ ലീഗിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് അളക്കാൻ പറ്റത്തില്ല. അപ്പം ഗ്യോക്കറേസ് പോലത്തെ ഒരു പ്ലെയറിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ അറിയാൻ സാധിച്ചിടത്തോളം അർട്ടറ്റയ്ക്ക് ഗ്യോക്കറേസിനെക്കാട്ടിലും കൂടുതൽ താല്പര്യം ഈസാക്കിനെ അട്രാക്റ്റ് ചെയ്യാനാണ്. ഈ ഗ്യോക്കറേസിൻ്റെ കാര്യമായാലും ശരി, ഈസാക്കിൻ്റെ കാര്യമായാലും ശരി, ഈ അടുത്ത വേറൊരു ടാർഗറ്റാണ് നീക്കോ വില്യംസ്, അതും ഒരു ഫോർവേഡ് പ്ലെയറാണ്. പിന്നെ വേറൊരു പ്ലെയറാണ് സുബമെൻഡി. ഇതൊക്കെ ആർസണലിൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. പിന്നെ വേറൊരു പ്ലെയറാണ് ലീറോയ് സാനെ. ഓക്കെ, ഈ പ്ലെയേഴ്സിനെ എല്ലാവരെയും നോക്കുമ്പോൾ ഇതിൽ ഏജിൽ ഇച്ചിരി പ്രായം കൂടുതൽ നിൽക്കുന്നത് ലീറോയ് സാനെ 29 ഇയേഴ്സ്, ബാക്കി എല്ലാവരും 25, 26 പ്രായമുള്ളവരാണ്. നീക്കോ വില്യംസിന് 22 വയസ്സേ ഉള്ളൂ. ഒരു ക്ലിയർ വിഷനോടെയാണ് ആ വിഷ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷ് ലിസ്റ്റിനകത്ത് ആകെ ഇല്ലാത്തൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ബാക്കാണ്. ലെഫ്റ്റ് ബാക്ക് ഇനിയിപ്പോൾ മൈൽസ് ലൂയിസ് കെല്ലി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, എന്നാൽ നമുക്ക് അത് മതി എന്നുള്ളൊരു സ്റ്റാൻഡാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി എ വെരി ബാഡ് സ്റ്റാൻഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന സമ്മറിൽ നമ്മുടെ ഒരുപാട് പ്ലെയേഴ്സിനെ സെൽ ഔട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ലിസ്റ്റ് ഞാനൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. അതിലൊന്നാണ് സെൻചെങ്കോ, കിവിയോർ, പാർട്ടെ, ജോർജീനിയോ, കെറൻറ്റിയാനി, ടവാറേസ്, പുള്ളി ലോണിലാണ്, ലൊക്കാങ്കോ, നെൽസൺ, വിയേറ, ട്രൊസാഡ്. ഈ ലിസ്റ്റിൽ ട്രൊസാഡ് ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് ഓക്കെയാണ്. ട്രൊസാഡ് ഇൻ മൈ ഒപ്പീനിയൻ വി ഷുഡ് കീപ്പ്. ടോമിയാസു, സ്റ്റേർലിംഗ്, നെറ്റോ, ഇങ്ങനെ ഇത്രയും ഒരു ലോങ് ലിസ്റ്റ് ഓഫ് പ്ലെയേഴ്സ് നമ്മൾ ഓഫ്ലോഡ് ചെയ്യും. ഈ ഓഫ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ റവന്യൂ ജനറേഷനിൽ നിന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഗ്യോക്കറേസ് ആയാലും ശരി, ഈസാക്ക് ആയാലും ശരി, നീക്കോ വില്യംസ് ആയാലും ശരി, സുബമെൻഡി ആയാലും ശരി, ഇവരെയൊക്കെ നമുക്ക് ഫണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. അങ്ങനെ ഒരു ക്ലിയർ വിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുറത്തു വരുന്ന ന്യൂസ് അനുസരിച്ചിട്ട്. ഇവരെ എല്ലാവർക്കും ആൻഡ്രിയ ബെർട്ടയ്ക്കും അർട്ടറ്റയ്ക്കും സൈൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ കൂടുതൽ കോണ്ടൻറ്റ്സ് ആർസണലിൻ്റെ മാത്രമല്ല, ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, വേൾഡ് കപ്പ്, നേഷൻസ് ലീഗ് ഇതെല്ലാം ഞാൻ ആക്റ്റീവ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കണ്ടൻറ്റൊക്കെ ഞാൻ ആക്റ്റീവ്ലി പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആ കണ്ടൻറ്റൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.